ആ റൂമിന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഗോൾഡിന്റെ കുറെ ബാർസും പൈസയുടെ കുറെ കെട്ടുകളും ഓൾഡ് പ്രോപ്പർട്ടീസ് പേപ്പേഴ്സും അതേപോലെ തന്നെ മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ കുറെ ഡോക്യുമെന്റ്സും ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഓൾഡ് മാന് കുറെ പിക്ചേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അതിലെന്തായിരുന്നു എന്ന് വെച്ചാൽ ആ പിക്ചേഴ്സിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ ഓൾഡ് മാന് പണ്ട് കാലത്ത് കുറെ ലക്ഷറി ആയിട്ടുള്ള ബിൽഡിംഗ്സിന്റെ മുമ്പിൽ എക്സ്പെൻസീവ് സ്യൂട്ട്സ് ഇട്ട് നിൽക്കുന്ന ഫോട്ടോസ് ആയിരുന്നു. ഇൻവെസ്റ്റിഗേഴ്സ് എങ്ങനെ ആ ഫോട്ടോ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ കണ്ടെത്തിയിരുന്നതെന്ന് വെച്ചാൽ ഈ ബഗർ ഒരു കാലത്ത് ഹോട്ടൽസ്, കമ്പനീസ്, അതുപോലെ തന്നെ ലാൻഡ്സ് ഒക്കെ ഓൺ ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഇയാളുടെ സ്വന്തം കുടുംബത്തിനെ ഇയാളെ ഒറ്റിക്കൊടുത്തുകാണ്ട് ഇയാളുടെ സാമ്രാജ്യം മൊത്തം തട്ടിയെടുക്കുകയായിരുന്നു. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം അയാൾ സൊസൈറ്റിയിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷങ്ങളോളം ആ മാളിന്റെ പുറത്തിരുന്നു കൊണ്ട് തന്റേതായിരുന്ന ആ ലോകം ബാക്കിയുള്ളവരിൽ നിന്ന് കാണുകയായിരുന്നു. ആ പോലീസ് ഓഫീസേഴ്സ് അവസാനമായി ആ റൂം ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോൾ ഒരു നോട്ടിൽ ഒരു ഫൈനൽ സെന്റൻസ് എഴുതി വെച്ചതായി കണ്ടു. ആ നോട്ടിൽ എന്താണ് എഴുതിയിരുന്നത് വെച്ചാൽ അവർ റെസ്പെക്ട് ചെയ്തിരുന്നത് പൈസയാണ്, അതുകൊണ്ട് അവരുടെ റിയൽ ഫേസസ് കാണാൻ ഞാൻ എന്റേതുള്ള എല്ലാം മറച്ചു വെച്ചു എന്നാണ് ആ സെന്റൻസിൽ എഴുതി വെച്ചിരുന്നത്. അങ്ങനെ ഈ ന്യൂസ് പബ്ലിക്കിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും അയാളെ പിന്നീട് വിളിച്ചിരുന്നത് ദ മില്യനെയർ ബെഗർ എന്നായിരുന്നു. പിന്നീട് പോലീസ് പിന്നെയും അവിടെ തെരച്ചിൽ നടത്തിയപ്പോൾ ഒരു വാളിന്റെ ബാക്കിൽ കുറച്ച് ലെറ്റേഴ്സ് കിട്ടുകയായിരുന്നു. ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ലെറ്റേഴ്സ് മുഴുവൻ അയാളുടെ ഫാമിലിക്ക് എഴുതി വെച്ചിരുന്ന ലെറ്റേഴ്സ് ആയിരുന്നു. അതിൽ ഒരു ലെറ്റർ എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ വിശ്വസിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അയാളുടെ വൈഫ്, അയാളുടെ ബിസിനസ് പാർട്ട്നേഴ്സ്, അയാളുടെ ബ്രദർ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവസാനം ഇയാൾക്ക് ഇങ്ങനെ ഒരു പണിയിട്ട് കൊടുത്തത്. ഇയാൾ ഈ ഇൻസിഡന്റ് വെച്ച് കണ്ട് കോർട്ടിൽ കുറെ ഫൈറ്റ് ചെയ്തെങ്കിലും ആരും അയാളെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതുകൊണ്ടൊക്കെയാണ് അയാൾ ഒരു ഹോംലെസ് മാൻ ആയി മാറിയത്. അയാൾക്ക് പൈസ കിട്ടണം എന്നൊരു മൈൻഡിലായിരുന്നില്ല അയാൾ അവിടെ ഇരുന്നിരുന്നത്. അയാൾ അവിടെ എന്തിനാണ് ഇരുന്നിരുന്നത് എന്ന് വെച്ചാൽ പാവപ്പെട്ടമാര് അല്ലെ ബെഗർ ആയിരുന്നാല് എത്ര ആൾക്കാരും അയാളെ നോട്ട് ചെയ്യും, എത്ര ആൾക്കാരെ അയാൾ സഹായിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ അവിടെ ഇരുന്നിരുന്നത്. പിന്നീട് പോലീസുകാർക്ക് ഇയാളുടെ ഒരു റെക്കോർഡഡ് വീഡിയോ കിട്ടി. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ആ വീഡിയോയിൽ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൈൻഡ്നെസ് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവണം, പണമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈൻഡ്നെസ്സും അവിടെ കിട്ടത്തില്ല. വീഡിയോ സോഷ്യൽ മീഡിയയിലും പബ്ലിക്കിലും ആകെപ്പാടെ സ്പ്രെഡ് ആയതിനു ശേഷം അവിടെ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ബെഗർ ഇരുന്നിരുന്ന മാളിന്റെ പുറത്ത് ഇരുന്നിരുന്ന സ്ഥലത്ത് എല്ലാവരും വന്ന് കണ്ട് ഫ്ലവേഴ്സ് അവിടെ വെക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അടുത്തൊരു സ്റ്റോറിയുമായിട്ട് നമ്മൾ നാളെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.